ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് ഞാനിപ്പോൾ വാങ്ങിയ FM റേഡിയോയാണ്. വളരെ ചെറിയ ഒരു റേഡിയോ ആണ്. ഇതിൻ്റെ ഫങ്ഷൻസുകൾ, ഇതിന് എത്ര ചാനൽസ് കിട്ടും എന്നൊക്കെയാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗം നോക്കുക. മെമ്മറി കാർഡിടാവുന്ന ഒരു പോർട്ട്, USB കുത്താവുന്ന ഒരു പോർട്ട്, പിന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ വോളിയം കൂട്ടാനുള്ള ഒരു കീ ഉണ്ട്. പിന്നെ അതുകൂടാതെ ഒരു ഹെഡ്ഫോൺ കൊടുക്കാവുന്ന ഒരു ഇതുണ്ട്, പോർട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാർജിങ്ങിനുള്ള, അതായത് നമ്മുടെ സാധാരണ മൊബൈൽ ചാർജറിൻ്റെ പോർട്ട് കൊടുക്കാനുള്ള ഒരു ചാർജിങ് പോർട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ചാർജബിൾ ബാറ്ററിയാണ്. തുറന്ന് നോക്കാം. 800 മില്ലി ആംപിയർ 3.7 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ്. ചാർജബിൾ ബാറ്ററിയാണ്. നോക്കുക, മോഡൽ നമ്പർ ഇതാണ്. ഓക്കെ, നമുക്കിതിനകത്ത് എത്ര ചാനൽസുകൾ നമുക്ക് ലഭിക്കും എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഫ്രണ്ട്സ്, ഇനി FM എങ്ങനെ ട്യൂൺ ചെയ്തെടുക്കാം എന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് നോക്കുക, ബട്ടണുകൾ ശ്രദ്ധിക്കുക. ഇപ്പൊ ഇതിനകത്ത് FM നടക്കുന്ന ഒരു ബട്ടൺ, FM ആണ് FM മോഡ്. FMനകത്ത് നമ്മൾ ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ചാനൽസുകളല്ല, നമുക്ക് സ്കാൻ ആയിട്ട് അതിനകത്ത് കിട്ടുന്ന ചാനൽസൊക്കെ നമുക്ക് സേവ് ആകും. നമുക്ക് എത്ര ചാനൽസുകൾ കിട്ടും എന്നുണ്ട് നോക്കാം. ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് ഞാൻ 2 വയർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ നോക്കാം, ബാക്ക് സൈഡ് നോക്കാം. ഒരു ചുവന്ന വയർ കൊടുത്തേക്കുന്നത് നെഗറ്റീവിലാണ്, അതായത് ബാറ്ററിയുടെ നെഗറ്റീവിലും. മറ്റേ നീല വയർ കൊടുത്തേക്കുന്നത് റീഡ് ആന്റിലുമായിട്ടുമാണ്. ഇപ്പൊ ഇനി നമുക്ക് FM ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ലോങ് പ്രസ് ചെയ്യാം. FM നമുക്ക് കുറച്ചു നേരം ലോങ് പ്രസ് ചെയ്യാം. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ചാനൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ലോങ് പ്രസ് ചെയ്യുക. പോയി ഒന്നുകൂടെ കാണിക്കാം. ഇനി ലോങ് പ്രസ് ചെയ്യാം. കണ്ട, ഓടിക്കൊണ്ടിരിക്കുന്ന നോക്കുക. ഓരോ ഫ്രീക്വൻസിയും അങ്ങനെ സേവ് ആവും. എവിടെയെങ്കിലുമൊക്കെ ചാനൽസുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് സേവായി കിടക്കും. ഇപ്പൊ 85 അങ്ങനെയാണ് കൂട്ടേണ്ടത്. 85.6, 89 പോരണം. മൂന്നാമതൊരു ചാനൽ സേവ് ആയിട്ടുണ്ട്. 4-ാമതൊരു ചാനൽ സേവ് ആയിട്ടുണ്ട്. 5-ാമതൊരു ചാനൽ സേവായി. 6-ാമതൊരു ചാനൽ സേവായി. 7-ാമതൊരു ചാനൽ സേവായി. 8-ാമതൊരെണ്ണം സേവായി. 9-ാമതൊരു ചാനൽ സേവായി. 10-ാമതൊരു ചാനൽ സേവായി. 11-ാമതൊരു ചാനൽ സേവായി. 12-ാമതൊരു ചാനൽ സേവായി. 13-ാമതൊരു ചാനൽ സേവായി. 14-ാമത് സേവായി. 15-ാമതൊരു ചാനൽ സേവായി. മൊത്തം 15 ചാനലാണ് നമുക്ക് സേവായി. നമുക്കിനി ഓരോ ചാനൽസുകൾ നമുക്ക് ഏതൊക്കെ ആണ് കിട്ടിയത് നോക്കാം. അപ്പൊ നമുക്ക് ഈ ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യാം. എല്ലാവർക്കും വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ അതിന്റെ മെയിൻ്റനൻസ് വർക്കുകൾ കൃത്യമായിട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രതീക്ഷിക്കാം. സോ നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടാണ്. നമ്മുടെ ദാസേട്ടൻ അതിനു വേണ്ടി ഒന്ന് വിളിക്കാം. 89.6 സിനിമയിലെ ഒരു അടുത്ത ചാനൽ, ഇത് 90 ഡിഗ്രിയിലെ ചാനലാണ്. അടുത്ത അടുത്തൊരു ചാനൽ, വീണ്ടും അടുത്തൊരു ചാനൽ,
അത് വളരെ ഫേക്ക് സൗണ്ട് ഒരു പെർഫെക്റ്റ് അല്ല. അടുത്തൊരു ചാനൽ അടുത്തൊരു ചാനൽ 92.7 ചാനലാണ്. ചാനൽ ക്ലിയർ അല്ല. ഒരു ചാനൽ ഇതൊരു ചാനല് ആകാശവാണി. അടുത്തൊരു ചാനൽ, പക്ഷെ അതിനകത്തൊന്നും കേൾക്കുന്നില്ല. 104 ഡിഗ്രിയിൽ ഒരു ചാനൽ. ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് കുറെ 6 മണിക്കൂറോളം നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ നമുക്ക് ഇതിനകത്ത് ഏകദേശം ഒരു 15ഓളം ചാനൽസ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയത്. അതിനകത്ത് ഏകദേശം ഒരു 6-7 എനിക്ക് 5-6-7 ചാനലുകൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും കുഴപ്പമില്ല. ഇതിന്റെ വില 550 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. നമ്മുടെ കരാപ്പള്ളിലും കൊല്ലത്തും ഒക്കെ കിട്ടും. ഇതിപ്പോ ഞാൻ ട്യൂൺ ചെയ്ത് എടുത്തേക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കൊട്ടാരക്കരയിലെ പുത്തൂർ എന്ന സ്ഥലമാണ്. ഇവിടെ എഫ്എമ്മിന് റേഞ്ച് വളരെ കുറവുള്ള സ്ഥലമാണ്. തീരെ റേഞ്ച് അടുത്തുള്ള ഒരു എഫ്എം കൊട്ടാരക്കര ആശ്രയ എഫ്എം ആണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് എഫ്എമ്മുകള് കൊല്ലത്തുള്ള സ്വാതന്ത്ര്യ എഫ്എം കിട്ടും, പിന്നെ കരുനാഗപ്പള്ളിയുള്ള എൻ റേഡിയോ കിട്ടും, പിന്നെ ആലപ്പുഴയുള്ള റേഡിയോ മാങ്കോ കിട്ടും. ആലപ്പുഴ റേഡിയോ മാങ്കോ 100 അല്ലാത്ത അത് കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആകാശവാണി കിട്ടും. പിന്നെ ചില സമയത്തല്ല കൊടൈക്കനാൽ എഫ്എം കിട്ടും. അത് നല്ല ഫ്രീക്വൻസിയിൽ വരുന്നതുകൊണ്ട് കൊടൈക്കനാൽ എഫ്എം നമുക്ക് കിട്ടും. നല്ല പവറുള്ള ഫ്രീക്വൻസിയാണ് അത്. പിന്നെ ആകാശവാണി തിരുവനന്തപുരം കിട്ടും. പിന്നെ ഒരു ക്ലബ് എഫ്എം കിട്ടും. ഇത്രയാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. നമുക്ക് ഫ്രണ്ട്സ് ഇതാണ് ആൻ്റെ സെറ്റപ്പ്. ആ വാട്ടർ ടാങ്കിനോട് ചേർന്ന് ഒരു പൈപ്പ്, ചെറിയൊരു കനം കുറഞ്ഞ ഒരു പൈപ്പ് കെട്ടിവെച്ചേക്കാണ്. അവിടുന്ന് ഡിഷിൻ്റെ DTHന്റെ ഒരു കേബിള് വഴി കൊടുത്താണ് നമ്മൾ ആൻറ്റിലേക്ക് റേഡിയോയിലേക്ക് നമ്മുടെ റേഡിയോ ആൻറ്റിലേക്ക് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ കൊടുത്താൽ നമുക്ക് കൂടുതൽ ചാനൽ ട്യൂണായി കിട്ടും. നമുക്കിതിനകത്ത് ഇനി ബ്ലൂടൂത്ത് എത്രത്തോളം വർക്കാവുന്നു എന്ന് നമുക്ക് നോക്കാം. ബ്ലൂടൂത്ത് കൊണ്ട് നമുക്കൊന്ന് ഓൺ ചെയ്യാം. ബ്ലൂടൂത്തിന്റെ മോഡ് ഓപ്പൺ ആയി. നമുക്കിനി മൊബൈൽ ഫോണിനകത്ത് ബ്ലൂടൂത്ത് ഒന്ന് ഓണാക്കാം. ബ്ലൂടൂത്ത് മോഡ് ഓൺ ചെയ്യുക. മഴ ശക്തം. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ട്. വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക. ക്ഷമയുടെ കൂടി എന്റെ വീഡിയോ വായിച്ചത് നന്ദി. താങ്ക് യു.